സ്വാഗതം. ഇന്ന് നമ്മൾ കേരള ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധി ചർച്ച ചെയ്യുകയാണ്. CRL MC നമ്പർ 64720/2025. ഒരു പോക്സോ അല്ലെങ്കിൽ റേപ്പ് കേസ്. അതിൽ ഇരയായ പെൺകുട്ടി മൊഴി കൊടുത്തു. വിസ്താരം കഴിഞ്ഞു. അതിനുശേഷം പ്രതിയുമായി ഒരു ഒത്തുതീർപ്പിലെത്തുന്നു. ശരി. ആ ഒത്തുതീർപ്പ് രേഖപ്പെടുത്താനായിട്ട് പെൺകുട്ടിയെ വീണ്ടും വിസ്തരിക്കാൻ കോടതിക്ക് പറ്റുമോ? അതാണ് നമ്മളിവിടെ നോക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതെ, ഇത് തൃശൂരിലെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിലുള്ളൊരു കേസാണ്. SC നമ്പർ 517/2024. ഓക്കെ. ഷിജു കൃഷ്ണൻ എന്നയാൾക്കെതിരെ IPC 376, അതായത് റേപ്പ്, പിന്നെ 323, 506 വകുപ്പുകൾ. പോക്സോയുടെ പല വകുപ്പുകളുമുണ്ട്. ഗുരുതരമായ ആരോപണങ്ങൾ. അതെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതാണ് കേസ്. വിചാരണ നടന്നു. പെൺകുട്ടിയടക്കം ഒരു 28 സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ പ്രതിയും പെൺകുട്ടിയും തമ്മിൽ ഒരു ഒത്തുതീർപ്പ്. ശരി. എന്നിട്ട് പ്രതി കോടതിയിൽ വന്നു. ഈ ഒത്തുതീർപ്പിന്റെ പേരിൽ പെൺകുട്ടിയെ വീണ്ടും വിസ്തരിക്കണം. കീഴ്ക്കോടതി അത് തള്ളി. അതിനെതിരെയാണ് പ്രതി ഹൈക്കോടതിയിൽ വന്നത്. അപ്പോ ഈ ക്രിമിനൽ നടപടിച്ചട്ടം CRPC 311, പുതിയ BNSSൽ 348, അതാണല്ലോ ഇവിടെ വിഷയം. അതെ. ആ വകുപ്പ് പ്രകാരം കോടതിക്ക് ഇങ്ങനെ വീണ്ടും വിളിക്കാൻ പറ്റുമോ, മൊഴി മാറ്റി പറയാൻ? ശരി. ആ വകുപ്പ്, അതായത് 311 അല്ലെങ്കിൽ 348, കോടതിക്ക് ഒരു അധികാരം നൽകുന്നുണ്ട്. സാക്ഷികളെ എപ്പോ വേണമെങ്കിലും വിളിക്കാം, വിസ്തരിക്കാം, വീണ്ടും വിസ്തരിക്കാം. എപ്പോ വേണമെങ്കിലും. അതായത് അതിന് 2 വശമുണ്ട്. 1, കോടതിയുടെ വിവേചനാധികാരം. 2, കേസിൽ ഒരു നീതിയുക്തമായ തീരുമാനത്തിന് അത് ആവശ്യമാണ് എന്ന് തോന്നിയാൽ അത് കോടതിയുടെ കടമയാണ്. ഓക്കേ, കടമയുമാകാം. അതെ. പക്ഷേ ചുമ്മാ പോയി ഉപയോഗിക്കാനുള്ളൊരു അധികാരമല്ല ഇത്. വ്യക്തമായ കാരണം വേണം. എന്തിനാണ് വീണ്ടും വിസ്തരിക്കുന്നത് എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. ഈ കേസിൽ പ്രതി പറഞ്ഞ കാരണം എന്തായിരുന്നു? പ്രതിയുടെ വാദം പെൺകുട്ടിക്ക് നേരത്തെ കൊടുത്ത മൊഴി തെറ്റാണെന്ന് പറയണമെന്നായിരുന്നു. അത് സമ്മർദ്ദം കൊണ്ടാണ് കൊടുത്തതെന്നു. ഇപ്പൊ പ്രായപൂർത്തിയായി, കാര്യങ്ങൾ മനസ്സിലായി, അപ്പൊ തിരുത്തി പറയണം എന്ന്. അതിനൊരു ഒത്തുതീർപ്പ് കരാറും കോടതിയിൽ കൊടുത്തു. അതെ. പക്ഷെ കീഴ്ക്കോടതി അത് സമ്മതിച്ചില്ല. ഹൈക്കോടതിയും ആ നിലപാട് ശരിവെച്ചു. എന്തുകൊണ്ടായിരുന്നു അത്? പെൺകുട്ടി നേരത്തെ കൊടുത്ത മൊഴികൾക്ക് എന്തുപറ്റി? അതാണ് പ്രധാനം. ഈ പെൺകുട്ടി പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. 164 സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ വിസ്തരിച്ചപ്പോഴും ക്രോസ് വിസ്താരം കഴിഞ്ഞപ്പോഴും ആ മൊഴിയിൽ ഉറച്ചുനിന്നു. ശരിയാണ്. അതിനുശേഷം പെട്ടെന്നൊരു ഒത്തുതീർപ്പുമായി വന്നിട്ട് ആ മൊഴിയെല്ലാം തെറ്റായിരുന്നോ എന്ന് പറയാൻ വീണ്ടും വിസ്തരിക്കണമെന്ന് പറഞ്ഞാൽ അത് കോടതിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഹൈക്കോടതി പറഞ്ഞത് ഇത് നിയമ നടപടികളുടെ വിശ്വാസ്യതയെ തകർക്കുമെന്നാണ്. ഒരു തരം അട്ടിമറിയാണ്. ശരി. പിന്നെ ഈ ബലാത്സംഗം, പോക്സോ കേസുകളെന്ന് പറയുന്നത് നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസുകളാണ്. അതെന്താണ്? അതായത് പ്രതിയും ഇരയും തമ്മിൽ ഒത്തുതീർപ്പിലെത്തി കേസില്ലാതാക്കാൻ പറ്റാത്ത കുറ്റകൃത്യങ്ങൾ. ഓക്കെ. അപ്പോ അങ്ങനെയുള്ള കേസിൽ ഒത്തുതീർപ്പിന് നിയമപരമായിട്ട് വിലയില്ല. ഒത്തുതീർപ്പിന് നിയമസാധുതയില്ല. അതുകൊണ്ട് തന്നെ ആ ഒത്തുതീർപ്പിന്റെ പേരിൽ മൊഴി മാറ്റാൻ വീണ്ടും വിസ്തരിക്കുന്നതിലും അർത്ഥമില്ല. മുൻപും കോടതികൾ ഇത് പറഞ്ഞിട്ടുണ്ടാവല്ലോ, അല്ലേ? തീർച്ചയായും. സുപ്രീം കോടതിയുടെ വിധികളുണ്ട്. മിശ്രലാൽ കേസ്, രാമ പാസ്വാൻ കേസ്, അതിലൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സാക്ഷികളെ സ്വാധീനിച്ച് മൊഴി മാറ്റിക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന്. കേരള ഹൈക്കോടതി തന്നെ ബിനീഷ് ജി കേസിൽ 2019 ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. വിസ്താരം കഴിഞ്ഞ സാക്ഷിയെ പിന്നീട് ഒത്തുതീർപ്പായെന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുന്നത് ശരിയല്ല. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ഈ പുതിയ വിധി ഉറപ്പിക്കുന്ന എന്താണ്? ഗുരുതരമായ കേസുകളിൽ, പ്രത്യേകിച്ച് പോക്സോ റേപ്പ് കേസുകളിൽ, അതെ, വിസ്താരം കഴിഞ്ഞ ഇരയെ ഒരു ഒത്തുതീർപ്പിന്റെ പേരിൽ മാത്രം വീണ്ടും വിസ്തരിച്ച് മൊഴി മാറ്റാൻ അനുവദിക്കില്ല. കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഇത് നിയമവ്യവസ്ഥയുടെ ആ ഒരു പവിത്രത, ആ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഇരകൾക്കൊരു സംരക്ഷണം കൂടിയാണ്, അല്ലേ? പിന്നീട് സമ്മർദ്ദമുണ്ടാവാം. തീർച്ചയായും സമ്മർദ്ദങ്ങളുണ്ടാകാം. അതിനൊക്കെ ഒരു പരിധിവരെ തടയാനും ഈ നിലപാട് സഹായിക്കും. ശരിയാണ്. അപ്പോ ഈ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇനി കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി. പറയൂ. ഇതുപോലുള്ള സെൻസിറ്റീവ് കേസുകൾ, ദുർബലരായ ഇരകളുണ്ട്. അവർ ഒരു ഘട്ടത്തിലൊരു മൊഴി നൽകുന്നു, പിന്നീട് സാഹചര്യങ്ങൾ മാറുന്നു, ചിലപ്പോൾ ഒത്തുതീർപ്പുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ആദ്യത്തെ മൊഴിയുടെ സ്ഥിരതയും പിന്നീട് വരുന്ന മാറ്റങ്ങളും തമ്മിൽ നിയമം എങ്ങനെയാണ് ഒരു ബാലൻസ് കണ്ടെത്തേണ്ടത്?
വിചാരണയുടെ വിശ്വാസ്യത പോകാതെ യഥാർത്ഥ മാറ്റങ്ങളെ എങ്ങനെ പരിഗണിക്കാം? നല്ല ചോദ്യാണ്. അതായത്, നിലവിലുള്ള സംവിധാനങ്ങൾ മതിയോ അതോ പുതിയ സമീപനങ്ങൾ വേണോ? ഇത് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, ആ ഒരു ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. നന്ദി. നന്ദി.